യെസ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ ഇറ്റ് അനദർ വീഡിയോ ഓഫ് ലെറ്റ്സ് ടോക്ക് മോർ ടെക്. അതായത് നമ്മൾ ഈ ചാനലിൽ എപ്പോഴും പറയുന്ന പോലെ ഫുള്ളി ടെക് റിലേറ്റഡ് കോണ്ടന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത്. സോ ആസ് യൂഷ്വൽ അതേപോലെ ഒരു കോണ്ടന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻബിൽഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ യെസ്, ഷോർട്ട് കട്ട് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് യൂസ് കേസ് എനിക്ക് വന്നിട്ടുള്ളത്, ഞാനിപ്പോൾ ഈ ഒരു കാർഡുമായിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പിലോ എവിടെയെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോയി. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ UPI അവിടെ എടുക്കുന്നില്ല. അപ്പം എനിക്ക് എന്തായാലും കാർഡ് പർച്ചേസ് ചെയ്യേണ്ടി വരും. കാർഡ് വെച്ചിട്ട് എനിക്ക് സ്വൈപ്പ് ചെയ്ത് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത് NFC സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ്. ഈ കാർഡ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മേലെ വെക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പാസ്വേഡ് തെളിഞ്ഞിരുന്ന് കാണാൻ പറ്റും. സോ ഇത്തരത്തിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, മറ്റുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവാനും പാടില്ല, പക്ഷെ നമുക്കിത് സേവ് ചെയ്ത് വെക്കുകയും വേണം. ഇതേപോലെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അത് അറിയും വേണം. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഷോർട്ട് കട്ട് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി എന്തൊക്കെ ഷോർട്ട് കട്ട് വെച്ച് ചെയ്യാമെന്നുള്ളതും ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫുള്ള് വീഡിയോ കണ്ടിരിക്കുക. അതേപോലെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഓക്കെ, ഡീറ്റെയിൽസ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഷോർട്ട് കട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ എടുക്കുക. അവിടെ നിങ്ങൾക്ക് താഴെ 3 ഓപ്ഷൻ ആണ്: ലൈബ്രറി, ഓട്ടോമേഷൻ, ഗാലറി. ഇതിൽ നിങ്ങൾ ഓട്ടോമേഷൻ സെലക്ട് ചെയ്യുക. ഓട്ടോമേഷൻ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ഓൾറെഡി എത്രയും പാസ്വേഡും അല്ലാതെ ഷോർട്ട് കട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ പുതിയ സെറ്റ് ചെയ്യണമെങ്കിൽ പ്ലസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ NFC സെർച്ച് ചെയ്യുക. ഓക്കെ, NFC സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് NFC ഓപ്ഷൻ വരും. ഇത് സെലക്ട് ചെയ്യുക. റൺ ആഫ്റ്റർ കൺഫർമേഷൻ റൺ ഇമീഡിയറ്റ്ലി ഉണ്ടാവും. റൺ ഇമീഡിയറ്റ്ലി ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ ഈ സ്കാൻ ടാപ്പ് ചെയ്തിട്ട് ബാക്കിൽ ഈ കാർഡ് പ്ലേസ് ചെയ്യുക. ഇത് സ്കാൻ ആവും. പിന്നെ ഇതിന് നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. HDFC മൈൻ. പുതിയത് ഞാൻ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പേര് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് എടുക്കേണ്ടതെന്ന് അറിയണ്ട. ആദ്യം ഇവിടെ വന്നിട്ട് നോട്ട്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പുതിയ നോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നേരെ നിങ്ങൾക്ക് ഇതിന് എന്താണോ പാസ്വേഡ്, ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ HDFC മൈൻ തന്നെ ഇവിടെയും പേര് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പാസ്വേഡ് 4678 ഈ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ടിക്ക് കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ നോട്ട് സേവ് ആയി. നമ്മൾ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനിൽ വന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മൾ നോട്ട്സ് സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ നോട്ട് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഓപ്പൺ നോട്ട് സെലക്ട് ചെയ്തിട്ട് ഏത് നോട്ടാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ HDFC മൈൻ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ സെറ്റ് ചെയ്തതാണ്. ഇതിവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പാസ്വേഡ് ഓപ്പൺ ആയി വന്നു. ഓക്കെ, ഇത് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള കാർഡിൻ്റെത് ഇപ്പോൾ വർക്കിംഗ് ആണോ നോക്കാം. ഇത് ടാപ്പ് ചെയ്തു. സോ ഇതിൻ്റെതും വരുന്നുണ്ട്. രണ്ടും കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് ഞാൻ ചെയ്തതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരുപാട് കാർഡ് വെച്ചിട്ട് ഈ ഒരു ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ വെച്ച് പാസ്വേഡ് മാനേജ് ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ആരുടെയെങ്കിലും ഇതേപോലെ ഒരുപാട് കാർഡ് വെച്ചിട്ട് അവർക്ക് പാസ്വേഡ് മറന്നു പോകുന്ന സിറ്റുവേഷൻ വന്നിട്ടില്ല, അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇപ്പം തന്നെ ഇത് സെറ്റ് ചെയ്യാൻ പറഞ്ഞോളൂ. ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരുടെ അടുത്തും എന്തായാലും ഈ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യേണ്ട ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ഓൺ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇത് ചെയ്യാൻ തന്നെ മെയിൻ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് അറിയാത്തതുണ്ട്. ഒരറിവും ചെറുതല്ല എന്നുള്ളതാണ് എൻ്റെ പോളിസി. കുറേ ഷോർട്ട് കട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വേറെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചാൽ ബാറ്ററി ലെവൽ ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ എൻ്റെ iPhone 13 ആണ്. 13 നമുക്ക് ചാർജ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് 80% വരെ നമുക്ക് ഒപ്റ്റിമൈസേഷൻ ഓൺ ആക്കി ഇടാൻ മാത്രമേ പറ്റുള്ളൂ. 80% വരെ ഫാസ്റ്റ് ചാർജ് ആവും, അതിൻ്റെ മേലോട്ട് മെല്ലെ ചാർജ് ആവും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ 95 എത്തുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേലോട്ട് ചാർജ് ആയി കഴിഞ്ഞാലും അനൗൺസ്മെന്റ് വരും. ഇപ്പൊ 95 ആണ് ഞാൻ ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ 95 കഴിഞ്ഞ് മേലോട്ട് ചാർജ് ആകുമ്പോൾ 95% ചാർജിനുണ്ടെങ്കിൽ അനൗൺസ്മെന്റ് വരും. അപ്പൊ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 95 ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഡിസ്കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ബാറ്ററി ലെവൽ ഇൻഡിക്കേഷൻ്റെ ഒക്കെ ഷോർട്ട് കട്ടിന്റെ വീഡിയോ ഷോർട്ടായിട്ട് എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ ചെക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ അതേപോലെ ലൈബ്രറിയിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് നമുക്ക് വാട്ടർ, ഡസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഷോർട്ട് കട്ട്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് വാട്ടർ ആൻഡ് ഡസ്റ്റ് റിജക്ഷൻ എന്ന് സെർച്ച് ചെയ്താൽ ഇതാ ഈ ഒരു സാധനം വരും. ഇപ്പൊ നിങ്ങൾക്ക് അത് ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പൊ നിങ്ങൾ ഇതിൽ വാട്ടർ റിജക്ഷൻ ടാപ്പ് ചെയ്താൽ യെസ് 1 2 3 3 ഇന്റൻസിറ്റി കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ 3 തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ,
കുറച്ച് സെക്കൻഡത്തേക്ക് ഇങ്ങനത്തെ ഒരു ഒച്ച ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വാട്ടറോ ഡസ്റ്റോ ഒക്കെ മൈൽഡ് ആയിട്ട് എന്തെങ്കിലും പാർട്ടിക്കിൾസ് നിങ്ങളെ സ്പീക്കറിലൊക്കെ എവിടെയെങ്കിലും കവറായി നിൽക്കുന്നുണ്ടെങ്കിൽ സ്പീക്കറിന്റെ സൈഡിൽ നിന്നൊക്കെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൗണ്ട് പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഷോർട്ട് കട്ട് ഫോർ വാട്ടർ റിജക്ഷൻ എന്നോ ഡസ്റ്റ് റിജക്ഷൻ എന്നൊക്കെ സെർച്ച് ചെയ്താൽ ഈ ഷോർട്ട് കട്ട് ഡയറക്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് അതെടുത്ത് ഇവിടെ ഷോർട്ട് കട്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോന്റെ അടിയിൽ ഇപ്പൊ എല്ലാവരും ചോദിക്കാൻ പോകുന്ന NFC സപ്പോർട്ട് ചെയ്യുന്ന കാർഡ് എങ്ങനെ മനസ്സിലാക്കാന്നുള്ള കാർഡിന്റെ മേലെ നിങ്ങൾക്ക് ഇതേപോലെ NFC-ന്റെ ഇവിടെ ഒരു വൈഫൈന്റെ പോലത്തെ ഒരു സിമ്പിൾ ഇവിടെ കാണിക്കുക. അത് NFC സപ്പോർട്ട് ചെയ്യുന്ന കാർഡ്സ് ആണ്. ഇത് ടാപ്പ് ആൻഡ് പേ ചെയ്യുന്നവർക്കൊക്കെ ഈ NFC സപ്പോർട്ടുള്ള കാർഡ്സ് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ടിന്റെ വേറെ വീഡിയോസ്, ഡെഡിക്കേറ്റഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ റീൽസ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ ഫുൾ ലെങ്ത് ആയിട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതാണ്. ഇത് അറിയാത്ത പലരും ഉണ്ടാവും, ചിലപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ചുറ്റാണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ എന്റെ ഈ ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലത്തെ റീൽസ് കോണ്ടന്റ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. സോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾക്ക് ഇത് ഷോർട്ട് കട്ട് യൂസ്ഫുൾ ആവും. ഇത് ചെയ്യാനൊക്കെ സമയം എടുത്ത് ചെയ്യണം. അപ്പൊ ഇതിന് ഫസ്റ്റ് ഒരു ഇൻപുട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് പല സ്ഥലത്തും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് എന്തായാലും എന്റെ കൂടെ കൂടിക്കോ. നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് till then, take care. Bye bye from Let's Talk More Tech. Okay.